ഇന്നത്തെ മനോരമയിലെ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത, സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. പോലീസിന് പരാതി കൊടുത്തു, പോലീസ് ഫയലിൽ സ്വീകരിച്ചു. ഇനി ബാക്കി നടപടികൾ, ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടി ഉണ്ടാവും. സുരേഷ് ഗോപിക്ക് കുരുക്കാണോ ഈ പോലീസ് അന്വേഷണം? എനിക്ക് മനസ്സിലാവണില്ല. ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്, അവിടെ താമസക്കാരനല്ല, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ഇലക്ഷൻ കമ്മീഷനാണ് കൊടുക്കേണ്ടത്. പോലീസിന് എന്താ കാര്യം? പോലീസിന് അതിനകത്ത് യാതൊരു കാര്യമില്ല. ഇപ്പോൾ വ്യാജ സത്യവാങ്മൂലം കൊടുത്തു, വ്യാജ സത്യവാങ്മൂലം കൊടുത്തിട്ട് ഒരാൾ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കോടതിയിൽ പരാതി കൊടുക്കാം. ഇയാൾ വ്യാജ സത്യവാങ്മൂലമാണ്, അതുകൊണ്ട് ഇയാളുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണം എന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികൾക്ക് പോകാം. ഇപ്പോൾ ഈ പോയ TN പ്രതാപനും പോകാൻ പറ്റില്ല, അങ്ങനെ സ്ഥാനാർത്ഥിയായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുന്നത് സ്ഥാനാർത്ഥികളാണ്, നാട്ടുകാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. വോട്ടർ പട്ടിക തെറ്റാണ്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ വോട്ടർക്ക് പോകാൻ പ്രൊവിഷനില്ല. ഇത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? മനസ്സിലാകുന്നുണ്ട്, ഒരു അവർക്കറിയാം, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കുറെ വാർത്ത പറഞ്ഞു സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. ചേട്ടാ, ഇതിനൊരു സംശയം. കേരളത്തിൽ 20 MP മാരില്ലേ? 20 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തും. തൃശ്ശൂർ മാത്രം എന്താ പ്രശ്നം? തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് അവർക്ക് ദഹിക്കുന്നില്ല. വാസ്തവത്തിൽ അവർക്ക് പോലുമല്ല, മാധ്യമങ്ങൾക്ക് ദഹിക്കുന്നില്ല. ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, ഈ ദഹനക്കേട് ഏറ്റവും കൂടുതലുള്ളത് ഈ News 24 മലയാളം, പിന്നെ ഇവർ റിപ്പോർട്ടർ ചാനൽ. News 24 മലയാളം താരതമ്യേന പുതിയ ചാനലാണ്, ബട്ട് അർബൻ നക്സൽ ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് ഇത് ഒട്ടും ദഹിച്ചിട്ടില്ല. അവരിപ്പോൾ സുരേഷ് ഗോപി ട്രെയിനിൽ വന്നിറങ്ങുന്നു, 49ാം ബൂത്തിൽ 719 നമ്പർ വീട്ടിൽ 7 പേരെ ഒരുമിച്ച് വോട്ട് ചെയ്തു. അതിന് സുരേഷ് ഗോപി എന്ത് പറയാൻ? ആർക്ക് വോട്ട് ചെയ്തു എന്നാണ്? അവരെ വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്ക് ആണോ? ഒന്നും അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ സുരേഷ് ഗോപിക്ക് അതിലൊന്നും ചെയ്യാനില്ല, അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. അപ്പോൾ മുതൽ തുടങ്ങിയതാണ് എല്ലാ ചാനലിലും മന്ത്രിക്ക് മൗനം, മന്ത്രിക്ക് മറുപടിയില്ല, മന്ത്രി മിണ്ടുന്നില്ല. എന്ത് മിണ്ടാൻ? സത്യത്തിൽ ഈ പൊട്ടൻ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മിണ്ടാതിരിക്കുകയല്ല, വേറെ എന്തും ചെയ്യാൻ പറ്റും? നമ്മളെപ്പോലുള്ള അതിനെ പോയി പണി നോക്കടാ എന്ന് പറയും. ഇപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത് ബഹളമാകുമല്ലോ. അതുകൊണ്ട് പുള്ളിയൊന്നും മിണ്ടിയില്ല. ഇവരിത് ഈ ആകാശത്തിലെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. 20 നിയോജകമണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ 110 കാര്യങ്ങൾ മറ്റ് പാർട്ടികൾക്കും പറയാനുണ്ടാകും. ഇപ്പോൾ രമേശ് ചെന്നിത്തല വന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും ഭാര്യയ്ക്കും 2 വാർഡുകളിൽ വോട്ടുണ്ടോ ഒരേ സമയം? ഉണ്ട്. പക്ഷേ അത് ഒന്നും ചെയ്യാൻ സാധ്യത. ഇത് ലെജിറ്റിമേറ്റാണ് സുനിൽ. ഞാനിത് എത്ര തവണയായി പറയുന്നു. BJPക്കാർ ഇത് പറയാൻ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇത് സാധാരണ സംഭവമാണ്. 2 സ്ഥലത്ത് ഒരാൾക്ക് 2ഓ 3ഓ സ്ഥലത്ത് വോട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. 3 സ്ഥലത്തും അയാൾ വോട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ്. നിങ്ങൾക്ക് ഏത് വോട്ടർ പട്ടികയിലും പോയി ചേരാം. ചേർന്ന് നിങ്ങൾ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫറായി, നിങ്ങൾ അടുത്ത സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ ചേരും. കാശ് മുടക്കി തിരിച്ച് മറ്റിടത്ത് പോയിട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ക്യാൻസൽ ചെയ്ത് ഇതിനൊന്നും ജനങ്ങൾ മെനക്കെടില്ല, അതവിടെ കിടക്കും. ഇത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇയാൾ ട്രാൻസ്ഫറായി പോയില്ലേ, അവിടുത്തെ BLO BLA, ബൂത്ത് ലെവൽ ഓഫീസർ, ബൂത്ത് ലെവൽ ഏജൻറ്റ്, ഇവരാണ് ഇതറിഞ്ഞിട്ട് ഇയാളെ മാറ്റണം എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60,000 പേരെയാണ് അടൂർ പ്രകാശ് ഇതുപോലെ മാറ്റിയത്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്. അടൂർ പ്രകാശ് കംപ്ലൈൻറ്റ് കൊടുത്തു, അത് ജെന്യുവനാണെന്ന് മനസ്സിലായി. 60,000 വോട്ടർമാരെ മാറ്റി. എന്ത് ആകാശം ഇടിഞ്ഞു വീണു? ആറ്റിങ്ങലിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ. അടൂർ പ്രകാശ് നിസ്സാര വോട്ടിന് ജയിച്ചു. അത് ഈ വോട്ടർമാരെ മാറ്റിയത് കൊണ്ടൊന്നുമല്ല, മാറ്റിയില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ അങ്ങേര് ജയിക്കുമായിരുന്നു. ബട്ട് അങ്ങേരുടെ ടീം ഇത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇത്ര എക്സ്ട്രാ വോട്ടുകളുണ്ട്, മരിച്ചവരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ വോട്ടർ പട്ടിക പുതുക്കാൻ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്ന. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കും, അവരുമായിട്ടിരിക്കും, ഇത് സെറ്റാക്കും. അതല്ലാതെ ഒരു പൗരനെ സംബന്ധിച്ചോളം
എൻ്റെ വോട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. അല്ലാതെ സുനിലിൻ്റെ വോട്ട് എവിടെയാണെന്ന് നോക്കാൻ എനിക്ക് അവകാശമില്ലെന്നേ. ഇതെന്താ പറയുന്നത്? ഒരു പൗരൻ അങ്ങോട്ട് ഇറങ്ങി, പൗരന്മാരെല്ലാം കൂടെ ഇറങ്ങി നോക്കുക. ഒരു നിയോജകമണ്ഡലത്തിൽ 10 ലക്ഷം 9 ലക്ഷം 10 ലക്ഷമൊക്കെ ഉണ്ടല്ലോ. ഇവരങ്ങോട്ട് ഇറങ്ങുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കേസാണ്. വോട്ടർ പട്ടികയിൽ ഇയാളെ ചേർത്തില്ല അയാളെ ചേർത്തില്ല, ഇലക്ഷൻ നടക്കില്ല. ഇതിനൊരു അന്ത്യമുണ്ടോ? ഈ ബഹളം നടക്കുന്നതിനിടയ്ക്ക് കുറച്ച് പേര് മരിച്ചു പോകും, പുതിയ കുറച്ച് പേർക്ക് 18 വയസ്സ് കഴിയും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നിതാന്തമായിട്ട് റിവൈസ് ചെയ്യപ്പെടുന്ന ഈ ജോലി ഇത് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അതിൽ ഇലക്ഷൻ കമ്മീഷനെ അസിസ്റ്റ് ചെയ്യുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ശത്രുവല്ല. ഇലക്ഷൻ കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും കൂടെയാണ് ഈ വോട്ടർ പട്ടിക ആവുന്നത്ര ശുദ്ധമാക്കിയിട്ട് ആവുന്നത്ര. കാരണം നിങ്ങൾക്ക് ശുദ്ധമാക്കാൻ സാധ്യമല്ല. നാളെ രാവിലെ ഒരാൾ വീണ്ടും 18 വയസ്സാകുകയാണ്, അയാൾ വീണ്ടും അപേക്ഷിക്കുകയാണ് എനിക്ക് വോട്ടവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എവിടെയെങ്കിലും വെച്ചൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് ഇന്ന ഡേറ്റ് വെച്ചിട്ട് വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്യും, തെരഞ്ഞെടുപ്പ് നടക്കും. അതിൽ വീണ്ടും പോരായ്മ നിങ്ങൾക്ക് ഉന്നയിക്കാം. കാരണം എനിക്ക് 18 വയസ്സായി പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്നെ പട്ടികയിൽ ചേർത്ത്. വർഷത്തിൽ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 1-ാം തീയതി നിങ്ങൾ ക്ലോസ് ചെയ്തു, ഓഗസ്റ്റ് 3-ാം തീയതി ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പേരും കൂടെ വരുമായിരുന്നു. കാരണം 2-ാം തീയതിയാണ് എനിക്ക് 18 വയസ്സ് തികയുന്നത്. അപ്പോൾ എന്നോട് ചെയ്യുന്ന അന്യായമല്ലേ, എനിക്ക് വോട്ടവകാശം നിഷേധിക്കലല്ലേ കേസ്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു അന്ത്യമില്ല. ഇതെല്ലാവർക്കും അറിയാൻ ശാന്തമായിട്ട് ഇത് നടന്നുകൊണ്ടിരുന്നതാണ്. കള്ളവോട്ട് ചേർക്കുന്നു, പിടിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, മരിച്ചുപോയ ആളിനെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ നോക്കുന്നു, ബൂത്തിൽ വെച്ച് പിടിക്കുന്നു. ഇതൊക്കെ ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ള സാധനമാണ്. അല്ലാതെ ഈ 449-ാം ബൂത്തിലെ 9-ാം നമ്പർ വീടെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന പരിപാടി കള്ളത്തരമാണ്. പക്ഷെ വന്ന് തൃശ്ശൂരിലെ ഈ സ്ഥിതി ഈ സംഘർഷഭരിതമാണ്. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഇടിച്ചു കയറുന്നു, ബോർഡ് നശിപ്പിക്കുന്നു, കരിയോയിലൊഴിക്കുന്നു, ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടായി. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് മാറുകയാണ്. അത് ദിസ് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ഫെയിൽഡ്, മിസറബിളി ഫെയിൽഡ്, ഓർ ദേ ആർ എൻജോയിങ് ദ സിറ്റുവേഷൻ. അതായിരിക്കണം. CPM ഇത് എൻജോയ് ചെയ്യുന്നു. അതല്ല, റൂൾ ഓഫ് ലോ നിലവിലുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ദേ വിൽ ബാൻ ദിസ് നോൺസെൻസ്. ഇതിങ്ങനെ പറഞ്ഞ് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി ഇല്ലാത്തൊരു സാധനം എന്തോ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓടി നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കാനായിട്ട് ഉത്തരവിടും. ഇത് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ആർക്കാണോ വോട്ടർ പട്ടികയെ പറ്റി പരാതിയുള്ളത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പോയി പറയുക. അതാണല്ലോ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും. രമേശ് ചെന്നിത്തല പരാതി കൊടുത്തിട്ടുണ്ട്, VD സതീശൻ പരാതി കൊടുത്തിട്ടുണ്ട്. VD സതീശൻ 10 ലക്ഷം പേരെ മാറ്റി എന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചു. 9.78 ലക്ഷം പേരെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. കൃത്യം 10 അല്ല, അതിന് ഇന്നതാണ് ന്യായം എന്ന് പറഞ്ഞു. VD സതീശൻ അടങ്ങി. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്തും എല്ലാം സംഭവിക്കുന്നതാണ് വോട്ടർ പട്ടികയിലെ ഈ മാറ്റങ്ങൾ. അപ്പം അത് സംഭ്രമജനകമായ ഒരു വാർത്തയാക്കി വിവരമില്ലാത്ത പിള്ളേരെ വീട്ടിലേക്കൊക്കെ വിട്ടിട്ട് വീടിൻ്റെ വിഷ്വൽസ് കൊടുക്കുക. ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ ചേച്ചി? ഇല്ലല്ലോ എന്ന് പറയുക. അവിടെ അതേ താമസമില്ല എന്ന് ചേച്ചി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താ ഇതിനകത്ത് അർത്ഥം? കാര്യം മാധ്യമങ്ങൾ നോക്കേണ്ട ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകളല്ലേ നോക്കേണ്ടത്? ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പോകുന്നത്. അല്ല, മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അജണ്ട സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ചീത്തയാക്കിയിട്ട് ഇത്തവണ പറ്റിയില്ലെങ്കിൽ അടുത്ത 2029 പുള്ളി ജയിക്കാത്ത രീതിയിലാക്കണം, മത്സരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കണം. ഇങ്ങനെ എന്തോ വാൻ കള്ളത്തരം കാണിച്ചിട്ടാണ് തൃശ്ശൂർ അധികാരത്തിൽ വന്നത്. അല്ല, തൃശ്ശൂർ വോട്ട് ചെയ്ത ജനങ്ങൾക്കറിയാമല്ലോ. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒന്ന്, ആദ്യം പൂരം കലക്കിയത് തന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് വാർത്ത വന്നത്. പൂരം കലക്കി ജയിച്ചു. അവസാനം അത് ഏക്കുന്നില്ല, എങ്ങും എത്തുന്നില്ല, അത് താഴെ വെച്ചു. ഇപ്പം അടുത്ത നമ്പറുമായിട്ട് ഇറക്കി. 1.5 കൊല്ലമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. എവിടെ പോയിരുന്നു ഇവരെല്ലാം? ഈ വോട്ടർ പട്ടിക അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ അമ്മൂമ്മയെ അമ്മച്ചിയൊക്കെ ഇവർ കാണിക്കുന്നില്ല. ഇവരൊക്കെ ജീവനോടെ തൃശ്ശൂരുണ്ടായിരുന്നു. പോയി ചോദിക്കുകയായിരുന്നു, 9-ാം നമ്പർ ബൂത്തിലെ വോട്ട് എവിടെ? ഇവിടെ 7 പേരുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ അന്ന് ചോദിക്കാൻ എന്താ? സുരേഷ് ഗോപിക്ക് ശാസ്തമംഗലത്ത് പിന്നെ കൊല്ലത്തൊക്കെ വോട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടാകും. അതിലെന്താന്ന് തെറ്റ്? അതിൽ ഇല്ലീഗാലിറ്റി എന്താ? എനിക്കതാ മനസ്സിലാവാത്തത്. എനിക്ക് കേരളത്തിൽ 3 വീടുണ്ടെന്ന് വെച്ചോ, അതിൽ തെറ്റുണ്ടോ? ഇല്ല, 3 വീടാകാം. ഈ 3 വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് എനിക്ക് വോട്ട് ചെയ്യാം. തെറ്റെന്താ അതിൽ?
3 സ്ഥലത്തുനിന്ന് ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടും. അതിനാണ് ഇൻഡെലിബിൾ ഇങ്ക്. ഇതല്ലാതെ വേറെ എന്നെ തൂക്കിക്കൊല്ലാൻ സാധ്യമല്ല. ഞാൻ താമസിക്കുന്ന കാസർഗോഡ് ആണ്. തിരുവനന്തപുരത്തെ വീട്ടിൽ വല്ലപ്പോഴും വരാറുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ തിരുവനന്തപുരം അഡ്രസ്സിൽ ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ശിക്ഷിക്കാൻ ഒരു പ്രൊവിഷനും ഇല്ല. ഞാൻ തിരുവനന്തപുരത്തും കാസർഗോഡ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിക്കാം. അത് ബൂത്തിലെ പോലീസിന് തന്നെ പിടിക്കാം. കള്ള വോട്ട് എന്നാണ് അതിന് പറയുന്നത്, ഡബിൾ വോട്ട്. ഇതല്ലാതെ വേറെ പ്രൊവിഷൻ ഇവർ വെറുതെ ബഹളം വയ്ക്കുകയാണ്. അല്ല, ഈ തൃശ്ശൂരിലെ പോലീസ് സത്യത്തിൽ ഈ പരാതി സ്വീകരിക്കാൻ പാടില്ലാത്തതല്ലേ? അത് പൊളിറ്റിക്കലല്ലേ. അത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ അത് അടുത്ത കേസ്. പോലീസുകാരൻ വാങ്ങിച്ച് അവിടെ വെച്ചു. അതാണ് ഈ ഫയലിൽ സ്വീകരിക്കുക. പോലീസ് സ്റ്റേഷനിൽ ഫയലിൽ സ്വീകരിക്കാൻ കേട്ടിട്ടില്ല. ഹൈക്കോടതിയൊക്കെയാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത്. ഹൈക്കോടതിയിൽ പോലും ഫയലിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏർപ്പാടില്ല. പക്ഷെ പണ്ട് മുതലേ അങ്ങനെ പറയാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഫയലിൽ സ്വീകരിച്ചു എന്ന് കഴിഞ്ഞാൽ അത് മേടിച്ച് അവിടെ വെച്ചു. അയാളുടെ മുമ്പിൽ വെച്ച് കയറി കളഞ്ഞിട്ടില്ല, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അല്ല, സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കണം. എടുക്കാം കേട്ടോ. അത് ഞങ്ങൾ നിയമോപദേശത്തിന് വിട്ടിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. ഈ വി ടി ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. വി ടി ബൽറാം പറയുന്നു, ഒരാൾക്ക് 48 മക്കൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചൊരു പോസ്റ്റ് ഇട്ടു. അത് അന്വേഷിക്കുമ്പോൾ അവിടെ വലിയ തോതിൽ ആദരിക്കപ്പെടുന്ന ഖോജാറാം ജാനകി മഠത്തിലെ മഹന്ത് റാം കമൽദാസ് വേദാന്തിയുടെ ആശ്രമത്തിലെ അന്തേവാസികളാണ്. അവർ ഗുരുവിനെയാണ് പിതാവിൻ്റെ സ്ഥാനത്ത് കരുതുന്നത്. ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമം ഉണ്ടല്ലോ, നവജ്യോതി കരുണാകര ഗുരുവിൻ്റെ ആശ്രമത്തിൽ വോട്ടർ പട്ടിക 244 അന്തേവാസികൾക്ക് അവിടെ വോട്ടറുണ്ട്. പിതാവിൻ്റെ സ്ഥാനത്ത് കരുണാകര ഗുരുവിൻ്റെ പേരാണ്. അല്ലെ, ഇതിൽ ഇല്ലീഗാലിറ്റി ഇല്ലെന്നേ. ഇവർ ഈ എഴുതുമ്പോൾ ഇതിൻ്റെ ചട്ടം എഴുതണ്ടേ? ജനപ്രാതിനിധ്യ നിയമം ഇത്രാം ചട്ടമനുസരിച്ച് ഇത് തെറ്റാണ്, ഒരാൾക്ക് ഇത്ര മക്കളെ ആകാവുള്ളൂ, അങ്ങനെ ജനപ്രാതിനിധ്യ നിയമത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാം. അല്ലാതെ ഒരാൾക്ക് 48 മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു കൗതുക വാർത്ത മാത്രമാണ്. കൗതുക വാർത്ത മാത്രമല്ല, അതിൽ തെറ്റൊന്നുമില്ല. മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ധൃതരാഷ്ട്രർക്ക് 100 മക്കളുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരിക്കുന്നത് അവിടെ പരക്കെ ആദരണീയനായ ഒരു സന്യാസി മഠത്തെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ശാന്തിഗിരിയെക്കുറിച്ച് പറയുമോ ബൽറാം? ശാന്തിഗിരിയെക്കുറിച്ചും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, ഹിന്ദു സ്ഥാപനമായതുകൊണ്ട്. ബട്ട് ഇത് മുസ്ലിം ക്രിസ്ത്യൻ സ്ഥാപനമാണെങ്കിൽ പറയില്ല. അത് നമുക്ക് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഫോർമുലയാണ്. ഹിന്ദുസ് ക്യാൻ ബി അറ്റാക്ട് ഫോർ നത്തിങ്, ബട്ട് അതേഴ്സ് വിൽ നോട്ട് ബി അറ്റാക്ട് ഫോർ എനിത്തിങ്. അപ്പോൾ അത് അക്സെപ്റ്റഡ് ഫോർമുലയാണ്. ബൽറാമിൻ്റെ ഈ വികൃതമായ മതേതര സങ്കല്പമാണ് പുറത്തു വരുന്നത്. പുള്ളിക്ക് വോട്ടല്ല, മറ്റേ മതേതര ചൊറിച്ചിലാണ് ആ കാണുന്നത്, അല്ലാതെ കഥയൊന്നുമില്ല. ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാര്യം പറയും. നിയമനിർമ്മാണ സഭയിൽ അംഗമായിട്ടിരുന്ന പുങ്കവനാണല്ലോ ഈ വി ടി ബൽറാം. ഈ പുങ്കവൻ ഇതിൻ്റെ വകുപ്പ് പറയണ്ടേ? ജനപ്രാതിനിധ്യ നിയമം ഇത്രാം വകുപ്പ് അനുസരിച്ച് ഇത് നിയമവിരുദ്ധമാണ്, ഇവരെ വോട്ടർ പട്ടികയിൽ നീക്കേണ്ടതാണ് എന്ന് പബ്ലിക് പോസ്റ്റ് ഇടുക, ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുക. ഇനിയെങ്കിലും ഈ 48 മക്കളുള്ള ആളെയും അവരുടെ മക്കളെയും എല്ലാം കൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് കളയുക. ഇതാണ് ചെയ്യേണ്ടത്. ഈ ചട്ടം നിയമം പറയുന്ന MLA അല്ലേ, മുൻ MLA. ഈ ചട്ടവും നിയമവും ഒന്നും ബാധകമല്ല. ഞങ്ങൾ തെരുവിൽ നേരിടാനാണ് നീക്കം. ഒരു കാര്യം ഞാൻ പറയാം, ദിസ് വിൽ ഹാവ് സിവിയർ ഡയർ കോൺസിക്വൻസസ്. ഈ തെരുവിൽ കിടന്നുകൊണ്ടുള്ള കളിയുണ്ടല്ലോ, ഇവർക്ക് മാത്രമൊന്നും അല്ല അറിയാവുന്നത്. BJPക്ക് ഈ കളി ഇതിലും നന്നായിട്ട് അറിയാം. രാഹുൽ ഗാന്ധി അടക്കം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു തെരുവ് യുദ്ധമാണ്. ഈ തെരുവ് യുദ്ധം അങ്ങേരെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് BJP അവോയ്ഡ് ചെയ്യുകയാണ്. അതല്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പരസ്യമായിട്ട് റോട്ടിൽ കിടന്ന് ഇവന്മാരെല്ലാം തല്ലുമേടിക്കും. ഇവരുടെ ചേട്ടന്മാരുണ്ടല്ലോ ഉത്തരേന്ത്യയിലുള്ളത്, അവർ വിളിച്ച് പറയും, പൊന്നുമോനെ നിർത്തടാ, അട്ടി കിട്ടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നിർത്തടാ ഈ പരിപാടി എന്ന് പറയും. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഇല്ലീഗൽ. യു ആർ ട്രൈങ് ടു ക്യാപ്ചർ പവർ ത്രൂ ഫോഴ്സ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ? ഒരു ദിവസം പാർലമെൻറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോവുക, 10-100 പേര് സിംഹാസൻ ഖാലി കറോ ജനത ആയി ഹേ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ താടിക്ക് പിടിച്ചിട്ട് വലിച്ച് പുറത്ത് കളയും. എന്നിട്ട് രാഹുൽ ഗാന്ധി അവിടെ ഇരുത്തും. രാഹുൽ ഗാന്ധി ആയിരിക്കില്ല, പപ്പു യാദവ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. ഇവർക്കറിയാമല്ലോ. അല്ല, ഈ കളിയിൽ ഇവരെക്കാൾ മിടുക്കന്മാർ ഉത്തരേന്ത്യൻ ഗുണ്ടകളാണ്. അവരുടെ കയ്യിലേക്ക് ഭരണം പോകും.
അതാണ് ഇവരാഗ്രഹം. അങ്ങനെ പോയാലും ശരി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സർക്കാരിനെ ഞങ്ങൾ വാഴിക്കുകയില്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇവർക്ക് ഒന്നും തെളിയിക്കാൻ പറ്റിയില്ല. ഇവർ പറയുന്നത് യോഗേന്ദ്ര യാദവിനെ സുപ്രീം കോടതി അഭിനന്ദിച്ചു, മറ്റേ മരിച്ചുപോയവരെ ഹാജരാക്കിയത്. എത്ര പരിഹാസമാണ് സുപ്രീം കോടതി നടത്തിയതെന്നറിയാമോ? കാരണം സുപ്രീം കോടതിക്ക് അറിയാം 96 കോടി വോട്ടർമാരുള്ളതിൽ 2 പേര് മരിച്ചുപോയി എന്ന് പറയുന്നു, അവർ ജീവനോടെ ഉണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്നു. സുപ്രീം കോടതി പറയുന്നു ദ മിസ്റ്റേക്ക് കുഡ് ബി ഇൻഅഡ്വർട്ടൻറ്റ്, അറിയാതെ സംഭവിച്ചൊരു മിസ്റ്റേക്കാണ്. ബട്ട് താങ്ക് യു മിസ്റ്റർ യാദവ്, യു ഡിഡ് എ ഗ്രേറ്റ് സർവീസ്. വി ആർ ഹാപ്പി ദാറ്റ് ഓർഡിനറി സിറ്റിസൺസ് ആർ കമ്മിങ് ടു ദിസ് കോർട്ട്. ഇതിന്റെ പരിഹാസം പോലും ഈ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല. അവരത് ആഘോഷിക്കുന്നു. ഓ, യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതി. ഇലക്ഷൻ കമ്മീഷന്റെ വക്കീൽ ചോദിക്കുന്നു വൈ ദിസ് ഡ്രാമ? നിങ്ങൾ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങൾ പരാതി കൊടുക്കുക, ഞാൻ ജീവനോടെ ഉണ്ട് സാർ. ഉണ്ടോ? ശരി, തിരുത്തി കഴിഞ്ഞു. അതിന് പകരം ഇവരെ വിളിച്ച് സുപ്രീം കോടതി കൊണ്ടുവന്ന് ഷോ ഡ്രാമ നടത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ പരിഹാസം ഒരു ഭൂഷണമാക്കി പത്രങ്ങൾ എഴുന്നള്ളിക്കുന്നു. അതെ അതെ. അത് മാത്രമല്ല, ഏതൊരു സ്ത്രീക്ക് പ്രിന്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 120 വയസ്സായത്, അത് അവരുടെ ടീഷർട്ട് ഇട്ട് പ്രിന്റ് ചെയ്തുകൊണ്ട് നടക്കുന്നു. എൻ്റെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്നേ. എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാൾ പ്രായം കുറവാണെന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. റേഷൻ കാർഡിലായിരുന്നു, ഇതല്ല ഇലക്ട്രൽ ബോണ്ടിലല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മളെന്തിനും പിന്നെ റേഷൻ കടയിലാണല്ലോ ചോദിക്കുന്നത്. ആ ചേട്ടനോട് ചോദിക്കും, അതവിടെ കിടന്നോട്ടെ, അടുത്ത തവണ പുതുക്കുമ്പോൾ നമുക്ക് മാറ്റാം. അങ്ങനെ 4-5 വർഷം അതങ്ങനെ കിടന്നു. അമ്മയ്ക്ക് എന്നേക്കാൾ പ്രായം കുറവായിട്ട് 26 വയസ്സോ മറ്റായിട്ട് എൻ്റെ. അപ്പോൾ എന്ത് ചെയ്യും? അത് എൻ്റർ ചെയ്ത് ആ പെങ്കൊച്ച് ഏതെങ്കിലും പിള്ളേരിൽ നിന്നാണല്ലോ എൻ്റർ ചെയ്യുന്നത്, ഡാറ്റ എൻട്രി. അതിൽ വന്ന തെറ്റാണ്. അപ്പം അയാൾ പറഞ്ഞ് ഇനി അത് തിരുത്താനൊന്നും പോകേണ്ട, അത് തലവേദനയാണ്. അടുത്ത റിവിഷൻ വരും, ആ റിവിഷൻ്റെ കൂടെ തിരുത്താനുള്ളവരൊക്കെ വന്ന് പറയുമ്പോൾ നമുക്കിത് കൊടുക്കാം. അങ്ങനെ തിരുത്തി. ഇതൊക്കെ ഇതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യം? എന്തോ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കുക. അതല്ലേ ചേട്ടാ എനിക്കൊരു സംശയം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടേ, ഈ വടക്കേ ഇന്ത്യയിലെ കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യും. പക്ഷെ കേരളത്തിൽ BJPക്ക് ആകെ തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. ഈ തൃശ്ശൂരെ സ്ഥിതി ഒരു കയ്യാങ്കിടിയിലേക്ക് കൊണ്ടുവന്ന് സുരേഷ് ഗോപിയെ കിട്ടിയാൽ സുരേഷ് ഗോപിയുടെ തലയിൽ കരികോവിലൊടിക്കും എന്ന ഭാവത്തിലാണ് നടക്കുന്നത്. ഇതങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമുണ്ടോ? അല്ല, ഞാനത് ഒരു അക്രമ പ്രവൃത്തിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അക്രമം തുടങ്ങിയവർ അക്രമം തുടങ്ങിയെങ്കിലും BJP സംയമനം പാലിക്കുന്നതാണ് നല്ലത്. ഈ 4 ദിവസത്തെ ബഹളം കഴിയുമ്പോൾ ഇവരങ്ങ് വിഷമിക്കും. ബിക്കോസ് ഇറ്റ്സ് ബേസിക്കലി ഒരു ഇല്ലീഗൽ ഓപ്പറേഷനാണ് നടത്തുന്നത്. ഇന്നലെ തന്നെ സുനിൽകുമാർ പിൻവാങ്ങിയല്ല. സുനിൽകുമാർ പറഞ്ഞു, അല്ല സുരേഷ് ഗോപി വോട്ട് ചെയ്തോ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ വോട്ട് ചെയ്തോ ഒന്നും കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. എന്ന് വെച്ചാൽ കുറ്റമല്ല എന്ന് വക്കീലന്മാർ വിളിച്ചു പറഞ്ഞു സുനിൽകുമാറിനെ. അധികം പറയണ്ട, ഇല്ലീഗാലിറ്റി ഇല്ല. മാത്രമല്ല, കേരളം മൊത്തം ഇതുപോലത്തെ ഒരു അന്വേഷണമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരും തരക്കേടില്ലാതെ പെടും. ഇന്നലെ തന്നെ എറണാകുളത്ത് ചെല്ലാനത്തോ എങ്ങാണ്ടൊരു സ്ഥലത്ത് ഒരു വാർത്ത കൊടുത്തല്ലോ റിപ്പോർട്ടർ ചാനൽ. പിന്നെ റിപ്പോർട്ടർ ചാനൽ തന്നെ ആ വാർത്ത മാറ്റിക്കളഞ്ഞു. കാരണം ഇറ്റ് ഗോസ് അഗൈൻസ്റ്റ് ഹൈബിയുടെ. അത് ഓർത്തില്ല ഇവർ ആവേശത്തിന്. വോട്ടർ പട്ടികയിൽ കൃത്രിമം കേട്ടെടുത്തെല്ലാം ഇത് ഓടിപ്പോയി ചെയ്ത് കഴിഞ്ഞ് നോക്കി വാർത്ത അങ്ങ് ഫ്ലാഷ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ്സുകാരെങ്കിലും വിളിച്ചു പറഞ്ഞു കാണും, ഏയ് അരുൺകുമാർ ഇത് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി. ഓ ആണോ? അപ്പോൾ അത് നിർത്തി അങ്ങനെ. അപ്പം ഈ ഭോഷ് അധിക ദിവസം നീണ്ടു നിൽക്കില്ല. അതുകൊണ്ട് അതിൻ്റെ അക്രമത്തിലൊന്നും BJP പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കാര്യമായിട്ട് വേണ്ടേ? ഇങ്ങോട്ട് മനുഷ്യൻ്റെ പെടലേക്ക് പിടിക്കാൻ വന്നാൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഇത് വേണം. അതിന് ബോൾഡായിട്ട് BJP ചെയ്യേണ്ടത്, ഞങ്ങൾ ലീഗലി യാതൊരു തെറ്റും ചെയ്തിട്ട് ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇത് ബോൾഡായിട്ട് പറയുക. സുരേന്ദ്രൻ വന്ന് പറഞ്ഞു അത്യാവശ്യം വൃത്തിയായിട്ട്, പക്ഷെ അത് മുഴുവൻ കാണിച്ചില്ല, ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത. ഇല്ല, അതിന് പകരം ഈ ന്യായീകരിക്കാൻ പോകരുത്. 439 ബൂത്തിലെ 79 വോട്ടർ ഇവിടെ, അത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുക. ഞങ്ങൾ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല, സുരേഷ് ഗോപി ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്. ആ ചേർത്തത് നിയമപരമായിട്ട് തന്നെയാണ്. നിയമപരമായിട്ട് അല്ലെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ ഒബ്ജക്ഷൻ റേസ് ചെയ്തിട്ട് ആ വോട്ടർമാരെ കളയുമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? 1.5 വർഷം നിങ്ങൾ കാത്തിരുന്നിട്ട് ഇപ്പം ഈ ബഹളം വയ്ക്കുന്നത് ഈ മാരാൻ്റെ വെട്ടത്ത് എംബ്രാൻ്റെ അത്താഴം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഒരു ചൂട്ട് കത്തിച്ചു. അതിൻ്റെ വെട്ടത്തിരുന്നുകൊണ്ട് സുനിൽകുമാർ പെട്ടെന്ന് ഊണ് കഴിക്കാൻ നോക്കുന്നു. അതൊക്കെ നാണക്കേടാണ്.
ഏതായാലും സുരേഷ് ഗോപി തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോ പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ബാക്കി ഇനി വരും മണിക്കൂറുകളിൽ എന്താ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ മറുപടി ഒന്നും പറയാൻ, 4 ചീത്ത പറയാതെ പോകുന്നില്ല. അതടുത്ത വാർത്തയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.